CMRL കോടികൾ വീണയ്ക്ക് വെറുതെ നൽകിയതല്ലെന്നും ഇതിനുവേണ്ട സേവനം ചെയ്തു കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണെന്നും മാത്യു കുഴൽനാടൻ MLA. ഈ കാര്യമാണ് താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, തെളിയിക്കാൻ ശ്രമിക്കുന്നതും. പോരാട്ടം തുടരുമെന്നും മാത്യു കുഴൽനാടൻ തൊടുപുഴയിൽ പറഞ്ഞു. വീണയുടെ കേസ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടെന്ന നിലപാടിൽ CPM ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോയെന്നും എന്തിനു വേണ്ടിയാണ് ഈ തുക നൽകിയതെന്ന ചോദ്യത്തിന് നൽകിയ ഉത്തരങ്ങളും ജനങ്ങൾ ഓർമ്മിക്കുന്നുണ്ടെന്നും ഈ മറുപടിയിലും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിപട്ടികയിൽ വന്നതിന് ശേഷം ആദ്യമായി ഔദ്യോഗികമായി CPM-ന്റെ പ്രതികരണം നമ്മൾ കേട്ടു. ബഹുമാനായ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവനയാണ് കേട്ടത്. അദ്ദേഹം പ്രധാനമായിട്ടും ഊന്നി പറഞ്ഞ കാര്യം ഡൽഹി ഹൈക്കോടതിയിലെ കേസ് പെൻഡിങ് ആയിരിക്കുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഈ നീക്കം നടത്തിയത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും ഡൽഹി ഹൈക്കോടതിയിലെ കേസ് കേൾക്കേണ്ടതായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ വളരെ വിനയത്തോടെ അദ്ദേഹത്തെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഡൽഹി ഹൈക്കോടതിയിലെ കേസ് ഈ ചാർജ് ഷീറ്റ് വന്നതോടുകൂടി ഞങ്ങൾ ലീഗൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഇൻഫ്രക്ചസ് ആയി എന്ന് പറയും. ഇൻഫ്രക്ചസ് എന്ന് പറഞ്ഞാൽ ഇനി അത് പ്രസക്തമല്ലാതായി. കാരണം അവർ ആദ്യം കേരള ഹൈക്കോടതിയിലും പിന്നീട് ബാംഗ്ലൂർ ഹൈക്കോടതിയിലും ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിലും കൊടുത്ത കേസ് എന്ന് പറയുന്നത് SFIO അന്വേഷണം അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ്. SFIO അന്വേഷണം അനുവദിക്കരുത് പറഞ്ഞു. ഈ രണ്ട് കോടതികൾ തള്ളി മൂന്നാമത്തെ കോടതി സ്റ്റേ കൊടുക്കാൻ വിസമ്മതിച്ചു. 8 മാസമായിരുന്നു SFIOയുടെ കാലാവധി. ആ കാലാവധി കഴിഞ്ഞിട്ടും SFIO വെയിറ്റ് ചെയ്തു. കാരണം ഡൽഹി കോടതിയിലെ കേസ് പെൻഡിങ് ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം സ്റ്റേക്ക് വേണ്ടി ആർഗ്യൂ ചെയ്തപ്പോൾ സ്റ്റേ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം SFIOയ്ക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. ആ സ്റ്റേ റിജക്റ്റ് ചെയ്ത പശ്ചാത്തലത്തിലാണ് SFIO തയ്യാറാക്കി വെച്ചിരുന്ന കുറ്റപത്രം കോടതിയിൽ നൽകിയത്. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചു. സ്വാഭാവികമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചു. ഇനിയിപ്പോൾ SFIO അന്വേഷണം തടസ്സപ്പെടുത്തണം അല്ലെങ്കിൽ അനുവദിക്കരുതെന്ന് പറഞ്ഞുള്ള കേസ് ഇൻഫ്രക്ചസ് ആയി എന്ന് പറഞ്ഞാൽ അത് കാലാരണപ്പെട്ടു തീർന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയാൻ ശ്രമിച്ച കാര്യം ഇത് മുഖ്യമന്ത്രിക്കെതിരെ ഒന്നുമില്ല, മുഖ്യമന്ത്രിക്കെതിരെ തെളിവില്ല എന്ന് വിജിലൻസ് കോടതി കണ്ടെത്തി എന്നൊരു വാദം മുന്നോട്ട് വെച്ചു. അദ്ദേഹം അത് പറയുന്നതിന് മുമ്പ് എനിക്ക് വളരെ നാളുകൾക്ക് മുമ്പ് ഇദ്ദേഹം തന്നെ ഔദ്യോഗികമായി CPM പറഞ്ഞ ഒരു വാചകം നിങ്ങൾ അതിൽ നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുക.